നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ കെ ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോയും ചിത്രങ്ങളും UDF പ്രചരിപ്പിച്ചെന്ന CPM ആരോപണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കുതന്ത്രമായിരുന്നെന്ന് ആരോപണം. ഇത് സംബന്ധിച്ച് കെ ശൈലജ പരാതി നൽകിയിട്ടും തെളിവ് ഹാജരാക്കാത്തതെന്തെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. പ്രശ്നം സംബന്ധിച്ച് ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യാജ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ കെ ശൈലജ പിന്നീട് മലക്കം മറിഞ്ഞു. വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഫോട്ടോയെക്കുറിച്ചാണ് പറഞ്ഞതെന്നും അന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും പറഞ്ഞാണ് തടി തപ്പിയത്. ഇതിന് പിന്നാലെ വീഡിയോയുടെ കാര്യം ടീച്ചർ പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെ കോൺഗ്രസ് അല്ല കോൺഗ്രസ് ആണെന്ന CPM ക്യാപ്സ്യൂളും ചീറ്റി. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഫോട്ടോയുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. അന്വേഷണം നടന്നാൽ സഖാക്കളെ തന്നെ പിടികൂടേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് പരിഹസിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ CPM ഏത് കളിയും കളിക്കുമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വടകരയിലേത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കീഴ്ക്കോടതി ഒഴിവാക്കിയ CPM നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിക്കുകയും അന്തരിച്ച CPM നേതാവ് കുഞ്ഞനന്തന്റെ കുടുംബം കേസിൽ പിഴ ഒടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് തിരിച്ചടിയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി നാണംകെട്ട് നിൽക്കുന്ന അവസരത്തിലാണ് കെ ശൈലജ വടകര തിരിച്ചുപിടിക്കാനായി വണ്ടി ഇറങ്ങിയത്. എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. CPMനെതിരായ ജനവികാരം ശക്തമായതോടെ TP കേസിനെ കുറിച്ച് പ്രതികരിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ശൈലജ ടീച്ചർ. കോൺഗ്രസ് കെ രമയെ മുൻനിർത്തിയാണ് പ്രചരണം നടത്തിയത്. മുസ്ലിം വോട്ട് നിർണായകമായ മണ്ഡലത്തിൽ ഷാഫിയുടെ സാന്നിധ്യം UDFന് പ്രത്യേകിച്ച് ലീഗുകാർക്ക് വലിയ ഉത്തേജനമാണ് നൽകിയത്. CAAക്കെതിരെ ഷാഫി ഒന്നും മിണ്ടുന്നില്ലെന്നായിരുന്നു CPMന്റെ പ്രധാന ആരോപണം. പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ ഷാഫിയെ CPM വർഗീയമായി ആക്രമിച്ചുവെന്നാണ് KPCC പ്രസിഡന്റ് MM ഹസൻ പറയുന്നത്. CPM പോലൊരു പാർട്ടി BJPക്കാരെ പോലെ തരം താഴുന്നതിനും വടകരയിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇതിന്റെയൊക്കെ ഫലമായി ഷാഫി പറമ്പിൽ 50 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന റാഷിദ് പറയുന്നത്. അങ്ങനെയെങ്കിൽ CPMന് ഇതിലും വലിയ തിരിച്ചടി സ്വപ്നങ്ങളിൽ മാത്രമാകും. രാഷ്ട്രീയ ഭേദമന്യേ ജനസമ്മതിയുമുള്ള നേതാവാണ് കെ ശൈലജ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ടീച്ചറെ പോലൊരാൾ CPMന്റെ തറപരിപാടിക്ക് കൂട്ടു നിൽക്കരുതായിരുന്നു. പാർട്ടി പറഞ്ഞു പഠിപ്പിച്ച നുണകൾ അതുപോലെ ഏറ്റുപാടിയതുകൊണ്ടാണ് ടീച്ചറെയും കോൺഗ്രസ് ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്നത്. ഷാഫി മുസ്ലിം പക്ഷപാതിയാണെന്ന പ്രചരണം CPMന് ചേരുന്നതാണോ എന്ന് നേതാക്കൾ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഹസൻ പറയുന്നത്. കെ രമയുടെ പേരിലും വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തായിരുന്നു പ്രചരണം. TP വധത്തിന് ശേഷം നിരന്തരമായി CPM കെ രമയെ വേട്ടയാടുകയാണ്. നിയമസഭയിൽ MM എത്ര ക്രൂരമായാണ് രമയെ അധിക്ഷേപിച്ചത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർ വായിൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയായിരുന്നു. ടീച്ചർക്കെതിരെ അധിക്ഷേപം എന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ കെ രമ പിന്തുണയുമായി എത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ടീച്ചറെ പോലൊരാളെ ഈ രീതിയിൽ അപമാനിച്ചെങ്കിൽ അത് പൊറുക്കാനാകില്ലെന്നും വ്യക്തമാക്കി. ഈ രാഷ്ട്രീയ മര്യാദ CPMോ ശൈലജ ടീച്ചറോ തിരിച്ചു കാണിക്കില്ല. ഷാഫി പറമ്പിലിന്റെ മതേതര നിലപാട് കപടമാണെന്ന തരത്തിൽ CPM നടത്തിയ പ്രചരണം സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറും ഏറ്റുപിടിച്ചത് ഞെട്ടലോടെയാണ് കണ്ടതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറയുന്നു. സംഘപരിവാറിനെ നാഴികയ്ക്ക് 40 വട്ടവും എതിർക്കുന്നത് തങ്ങൾ മാത്രമാണെന്ന് അവകാശപ്പെടുന്ന CPM അവരുടെ ആശയത്തെ കൂട്ടുപിടിച്ചാണ് വടകര കടക്കാൻ നോക്കിയതെന്ന് ലജ്ജയോടെയാണ് കേരളം കേൾക്കുന്നത്. കാഫിറിന് വോട്ട് ചേരുന്ന വ്യാജ സ്ക്രീൻഷോട്ടും CPM നിർമ്മിച്ചെന്നാണ് ആക്ഷേപം. 70% മുസ്ലിങ്ങൾക്ക് വോട്ടുള്ള മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. UDFന് അധികാരം കിട്ടിയാൽ കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞൂഞ്ഞു, കുഞ്ഞുമാണി എന്നിവരാണ് കേരളം ഭരിക്കുക എന്നായിരുന്നു CPM ഒരു കാലത്ത് പ്രചരണം നടത്തിയിരുന്നത്. ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ടുകൾ നേടി അധികാരം നിലനിർത്തുന്നതിനായിരുന്നു അത്. ആ മാനസികാവസ്ഥയിൽ നിന്ന് തരിമ്പ് പോലും CPM മാറിയിട്ടില്ലെന്നാണ് വടകരയിലെ കുതന്ത്രങ്ങൾ വ്യക്തമാക്കുന്നത്. പൊതുവെ ശൈലജ ടീച്ചറെ കുറിച്ച് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ മാനിയാണെന്ന്. ഏത് ടീച്ചറാണെങ്കിലും ഇവരെയെല്ലാം നയിക്കുന്നത് ഓരോ മനോഘടനയാണ്. എതിരാളിയെ ഏത് വിധേനെ നശിപ്പിക്കുക. അതിന്റെ ഒരറ്റത്ത് പിണറായി വിജയനും മറ്റേറ്റത്ത് കൊടിസുനിയുമാണ് PK ഫിറോസിന്റെ ഈ വാക്കുകൾ വടകരയിലെ CPMന്റെ ചെറ്റത്തരത്തിന്റെ അങ്ങേയറ്റമാണ് വ്യക്തമാക്കുന്നത്. BJP ആശയങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാണ് വടകരക്കാർ. അതുകൊണ്ട് വർഗീയത പറഞ്ഞു വോട്ട് പിടിക്കാനിറങ്ങിയ CPMന്റെ കാര്യം ഇത്തവണ പരിതാപകരമാണ്. പക്ഷെ അവരത് സമ്മതിക്കില്ല. തോൽക്കുന്ന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.